സൈക്കിളജ്ഞം തുടരുകയാണ്. പ്രവിതലക്ഷ്മി, സ്മിത ഹരിദാസും അതുപോലെ വിനീത വിജിയും ഒക്കെ എവിടെയാണ് എന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുമ്പോഴാണ് അവരെ കാണാൻ പറ്റിയത്. തിരൂരിലെ ഏറ്റവും തിരക്കേറിയ ഇടം കാണണമെങ്കിൽ നിങ്ങൾ തിരൂർ കമ്പോളത്തിലേക്ക് അയച്ചിടണം. തിരൂർ മാർക്കറ്റ് കുറഞ്ഞ വിലക്ക് തുണിത്തരങ്ങൾ വാങ്ങാനും മറ്റുള്ള സാധനങ്ങൾ വാങ്ങാനും ഈ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഞാനും തിരൂർ മാർക്കറ്റിൽ ഒരു സമയം കയറിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഏത്തക്കൊല എനിക്ക് തന്നത് ഒരു ഉടമ. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടും ഒരുപക്ഷേ ചിലപ്പോൾ അവസാനമായിട്ട് കിട്ടിയ ഏത്തക്കൊലയായിരിക്കും അത്. തിരൂർ മാർക്കറ്റിലെ നോമ്പുകാല തിരക്കുകളിലേക്ക് സൈക്കിളജ്ഞക്കാർ ചെല്ലുകയാണ്. ഈ ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെയാണ്? ആ ഭാഗത്ത് ദയവേത് വേണ്ട, ആ കാര്യം പറയല്ലേ, കുറിച്ച് പറയാനല്ല, നോമ്പ് കഴിഞ്ഞാലേ ചൂടാവുള്ളൂ. നമ്മുടെ കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ഉഷാറാവും? തെരഞ്ഞെടുപ്പ് എന്താ പറയാനീ, അത് എങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്കൊക്കെ അറിയുന്ന കേസല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഏത് പാർട്ടി വരും എന്നാണ് ആലോചിക്കുന്നത്? ഏത് പാർട്ടി വരും എന്നാണ് തോന്നുന്നത്? എങ്ങനെ കേന്ദ്രത്തിലോ? ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ആരും വരില്ല, ബിജെപിന് വരുമല്ലേ ഒരു പ്രാവശ്യം കൂടെ? അറിയില്ല, നമുക്ക് അത്ര തന്നെ പറയാൻ ഞാൻ യോഗ്യനല്ല. അല്ല, അത്ര സ്പിരിറ്റ് ഇല്ല. വോട്ട് ഈ മണ്ഡലത്തിലാണോ? തിരൂർ മാർക്കറ്റ്, അവിടുത്തെ ആളുകളുടെ സ്നേഹമൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അപ്പൊ നമുക്കിനി യാത്ര തുടരാം. പ്രിയപ്പെട്ടവരെ, ഇവർ മൂന്നുപേരും നടന്ന സൈക്കിളജ്ഞം തുടരുകയാണ്. ഓരോ പ്രദേശത്തും പോയി അവിടുത്തെ താളങ്ങളും അവിടുത്തെ അവതാളങ്ങളും ഒക്കെ ഒപ്പിയെടുക്കുകയാണ് ഇവരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ അനീഷ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: ദയവ് ചെയ്ത് അന്ധവിശ്വാസങ്ങൾ പരത്തുന്ന പരിപാടികൾ ലൈവ് കാണിക്കാതിരിക്കുക, ശാസ്ത്രബോധം കൂടി പ്രചരിപ്പിക്കണം. വിശ്വാസങ്ങളുടെ ഒരു ലോകത്ത് നമുക്കത് അവഗണിക്കാൻ കഴിയില്ല. എനിക്കറിയാം, കരിക്കകം അവിടെ നിന്നുള്ള തത്സമയ പരിപാടിയായിരിക്കാം താങ്കൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ അയച്ചത്. നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളോട് ആദരവ് കാണിക്കുന്ന ഒരു മതേതര സങ്കല്പമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സങ്കല്പത്തിന് ഒന്നിച്ചു പോകാനേ നമുക്ക് നിർവാഹമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസം അവരുടെ സ്വാതന്ത്ര്യം, വിശ്വസിക്കാതിരിക്കുന്നത് താങ്കളുടെ സ്വാതന്ത്ര്യം.